പിന്നെ ഞാൻ കണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫുട്ബോൾ കളിക്കാന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കാന്നുള്ള ലക്ഷ്യമുള്ളൂ, വേറെ ലക്ഷ്യങ്ങളില്ല. ശരി. അപ്പൊ നെക്സ്റ്റ് പ്രൊമോഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്ക് കയറാം. അങ്ങനെയാണ് ഞാൻ നാഷണൽ ചാമ്പ്യൻ ആയതും അതുപോലെ ഏഷ്യൻ ചാമ്പ്യൻ ആയതും. ഡിസിപ്ലിൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും എത്താൻ പറ്റുള്ളൂ. He is a legend in bodybuilding. He has won multiple titles. Yes, you guessed it right. Polisher. പോളിസറിനോട് അദ്ദേഹത്തിന്റെ ടൈറ്റിലുകൾക്കപ്പുറം ലെറ്റ്സ് ആസ്ക് ഹിം അബൌട്ട് വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, ഡിസിപ്ലിൻ, മൈൻഡ് സെറ്റ് എക്സെട്ര. നമുക്ക് എല്ലാവർക്കും കൂടെ അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാം. വെൽക്കം പോളിസർ. സർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഫോർ അവർ പോഡ്കാസ്റ്റ്. സാറിന് കിട്ടിയ ടൈറ്റിൽസ് ഏതൊക്കെയാണ്? സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻ, സീനിയർ നാഷണൽ ടൈറ്റിൽ വന്നിട്ടില്ല, ചാമ്പ്യൻ 6 ടൈം സീനിയർ നാഷണൽ ചാമ്പ്യൻ, മിസ്റ്റർ ഇന്ത്യ എന്ന് പറയും, മിസ്റ്റർ ഏഷ്യ, മിസ്റ്റർ കോമൺവെൽത്ത്, പിന്നെ വേൾഡില് 5ാം സ്ഥാനം വരെ വന്നിട്ടുണ്ട്. മിസ്റ്റർ സർവീസസ്, ഞാൻ എയർഫോഴ്സിലായിരുന്നു, മിസ്റ്റർ സർവീസസ് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ എയർഫോഴ്സ് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. 1999 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല പദവി. ആസ് എ സർജന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലാണ് ഞാൻ കയറിയത്. അപ്പൊ 3 പ്രാവശ്യം എയർഫോഴ്സിനെ സർവീസസിനെ പ്രസന്റ് ചെയ്തിട്ട് നാഷണലിൽ വിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ. അപ്പൊ നെക്സ്റ്റ് പ്രൊമോഷൻ കിട്ടി JW എന്ന് പറയും, ജൂനിയർ വാറന്റ്. 1999 അർജുന അവാർഡ് കിട്ടിയപ്പോ വാറന്റ് ഓഫീസ് പറഞ്ഞൊരു ഇതുണ്ട്, W പോകുന്നുണ്ട്. പിന്നെ നോർമലി അദ്ദേഹം W ആയി. പിന്നെ ഞാൻ 16 വർഷം സർവീസ് ചെയ്തുള്ളൂ. അപ്പോഴേക്കും ഞാനിവിടെ നമ്മളുടെ കിള്ളർ സെറ്റിംഗ്സ് നമ്മളിവിടെ ഉണ്ടായി. കാരണം ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് 1999 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അത് നല്ല രീതിയിൽ അത് നടക്കുന്നുണ്ട്. ഇപ്പൊ മെഷീൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ ടൈറ്റിൽസിന് അതീതമായിട്ട് സാറിന്റെ വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പാഷന്റെ പുറത്താണ് തുടങ്ങിയത്, ബോഡി ബിൽഡിംഗ് തുടങ്ങിയത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. 1988 കാലഘട്ടത്തിലൊക്കെ, 88-89 കാലത്തിലൊക്കെ. പിന്നെ ഞാനൊരു മെഡൽ വന്നപ്പോ സബ് ജൂനിയർ നാഷണൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ മെഡൽ വന്നപ്പോ വീട്ടിൽ നിന്നും കുറച്ച് സപ്പോർട്ടൊക്കെ വന്നു. അങ്ങനെയാണ് പിന്നെ ഇതിൽ പിടിച്ചു കയറിയതും. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി കിട്ടും, ജോബ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിന്റെ പിന്നാലെ പോയി എയർഫോഴ്സിൽ കയറി. പിന്നെ ഞാൻ കണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫുട്ബോൾ കളിക്കാന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കാന്നുള്ള ലക്ഷ്യമുള്ളൂ, വേറെ ലക്ഷ്യങ്ങളില്ല. ശരി. അപ്പൊ നെക്സ്റ്റ് പ്രൊമോഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്ക് കയറാം. അങ്ങനെയാണ് ഞാൻ നാഷണൽ ചാമ്പ്യൻ ആയതും അതുപോലെ ഏഷ്യൻ ചാമ്പ്യൻ ആയതും കോമൺവെൽത്ത് ചാമ്പ്യൻ ആയതും ഈ ലെവലിൽ ഇപ്പൊ എത്തിയതും. പിന്നെ 2009 അങ്ങനെ അസോസിയേഷൻ രൂപീകരിച്ചു. അങ്ങനെ അസോസിയേഷൻ ഇപ്പോ സ്റ്റേറ്റിന്റെയും നാഷണലിലൊക്കെ അംഗീകാരത്തോടുകൂടി അസോസിയേഷൻ നല്ല രീതിയിൽ ഇപ്പൊ മിസ്റ്റർ കോട്ടയം നടന്നു. ഇപ്പൊ ഇന്ന് ഈ ജില്ലയിൽ നമ്മുടെ കേരളത്തില് ഇന്ന് 3ാമത്തെ ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. കുട്ടികൾ ബോഡി ബിൽഡിംഗിലേക്കും സ്പോർട്സിലേക്കും ഒക്കെ വരുന്ന കുട്ടികളല്ലേ, അവർക്ക് എപ്പോഴും ചെയ്യേണ്ടതായ ഒരു 3 ഹാബിറ്റ്സ് പറഞ്ഞു കൊടുക്കാം. ഒന്ന്, ഇതിൽ ഫസ്റ്റ് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എത്തില്ല. ഡിസിപ്ലിൻ എന്ന് മീൻ ചെയ്യുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടി, ഇപ്പോഴത്തെ കുട്ടികളുടെ സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സമയത്തിന് പഠിക്കുക, എക്സസൈസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എക്സസൈസ് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യുക. കായിക ശേഷി വർദ്ധിപ്പിക്കണം. കായിക ശേഷി ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ കുറവാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് വരുന്നത് ഈ വെയിറ്റ് ട്രെയിനിങ്ങിൽ കൂടെ ഇത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മളൊരു സ്ട്രെച്ചിങ് ചെയ്തു, യോഗ ചെയ്തു ഞാൻ തെറ്റു പറയല്ല, അതൊക്കെ നമുക്കൊരു ഏകാന്തത അല്ലാന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം, മൈൻഡ് കണക്ഷൻ. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഏത് സ്പോർട്സിനായാലും ഏത് ലെവലിലൊക്കെ ആയാലും ഫിറ്റ്നസ് ട്രെയിനിങ് അത്യാവശ്യം, അതല്ലാണ്ട് ഒന്നും നടക്കില്ല. ഡിസിപ്ലിൻ, നല്ല ഭക്ഷണം. ഇപ്പൊ നമുക്ക് പറയാം ജങ്ക് ഫുഡ്, ഇപ്പൊ നമ്മളിപ്പോ എടുത്തു പോയാൽ തന്നെ കുറെ പറയാനുണ്ട്. പക്ഷെ അതല്ല, നമ്മള് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പൊ ചിക്കൻ കഴിക്കണം, തെറ്റില്ല. ഇപ്പൊ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ചിലവര് അതേപോലെ മരുന്നല്ല, ചിക്കന്റെ പ്രോട്ടീൻ അളവുകളുണ്ട്, ഇപ്പൊ ബീഫിനുണ്ട്. അപ്പൊ അധികം കൊഴുപ്പില്ലാത്ത ഭക്ഷണങ്ങൾ. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാവിന് ടേസ്റ്റ് ഉള്ള വയറിന് കേടാ, വളരെ അപ്പൊ നമ്മള് നാവിന് ടേസ്റ്റ് ഉള്ള കഴിക്കണം. ലൈഫ് ഒന്നേ ഉള്ളൂ നമുക്ക്, അത് നമ്മൾ എൻജോയ് ചെയ്യണം. എന്നായിരുന്നാലും നല്ല ഫുഡും നല്ല ഡിസിപ്ലിനും അതേപോലെ നല്ല എക്സസൈസ്, നമ്മളൊരു ദിവസം ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങാം. ഇപ്പോഴത്തെ കുട്ടികൾ മാക്സിമം
എന്താ പറയാ മൊബൈലിൽ നോക്കി കളിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ മൊബൈലിൽ നോക്കി കളിക്കുന്നതൊക്കെ സ്ട്രെയിനാണ്. ഇപ്പൊ നമ്മൾ ഫിറ്റ്നസ് എക്സസൈസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് വേണമെന്ന് പറയും. റെസ്റ്റ് മെയിൻ ആണ് അതിൽ കേട്ടോ. ആ റെസ്റ്റിന് പകരം കുട്ടികൾ ഇരുന്നിട്ട് മൊബൈലിൽ കളിച്ചിരിക്കുന്ന സിനിമ കാണുന്നതിന് അത് നമ്മുടെ ബോഡിക്ക് സ്ട്രെയിനാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏത് പദവിയിലേക്ക് എത്താം. ഒന്നുമല്ലാത്തവർക്ക് ടോപ്പ് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കും എന്തായാലും നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മളെ ലക്ഷ്യം ഗോൾ അടിക്കുന്നത് മാത്രമല്ല, വേറെ ലക്ഷ്യമില്ല. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താണോ അതുകൊണ്ട് മുന്നോട്ട്. ഇനി മൂന്നാമത്തെ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ലഹരി എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആയിരിക്കണം. ലഹരി ഷുഡ് ബി ഫിറ്റ്നസ്. സാറേ എന്റെ കൂട്ടര് അല്ലെങ്കിൽ എനിക്ക് അബവ് 50 ആണ്. അപ്പൊ ഈ 50 വയസ്സിന് മേലിലുള്ള സ്ത്രീകളെ അവര് ഏത് ടൈപ്പ് ഓഫ് ഫിറ്റ്നസ് ആണ് ഫോളോ ചെയ്യേണ്ടത്? എല്ലാ ഫിറ്റ്നസും നമുക്ക് ചെയ്യാം. ഇതൊക്കെ ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. കാരണം ഒരു 35-40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും നമുക്ക് മസിൽ ലോസ് വരും. പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും അത് ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ എല്ലാവർക്കും വരും. അപ്പൊ അതിന് നമ്മള് നല്ല പ്രോട്ടീൻ ഭക്ഷണങ്ങളും അത്യാവശ്യം ചെറിയ വെയിറ്റ് ട്രെയിനിങ്ങുകളും ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാം. ശരി സാറേ, ഈ പ്രോട്ടീൻ ഫുഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്തൊക്കെയാണ് സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരു സ്ത്രീ അവര് കഴിക്കുന്ന ഏതൊക്കെ ഭക്ഷണമാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം സാറേ? ഒരു നല്ല ഭക്ഷണ രീതി ഒരു 50 വയസ്സിന്റെ 40 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ ഏത് ടൈപ്പ് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഇപ്പൊ നമുക്ക് കാലത്ത് ഒന്നില്ലെങ്കിൽ ഓട്സ് കഴിക്കാം. എന്താ പറയാ, നമ്മുടെ വീട്ടില് ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ പുട്ട്, ഇതൊക്കെ നല്ല ഫുഡുകൾ. അതൊന്നും ജങ്ക് ഫുഡ് അല്ല. അവോയ്ഡ് ചെയ്യണം. അത് ടോട്ടല്. അതുപോലെ തന്നെ സ്വീറ്റ്സ് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ചെറുതൊക്കെ കഴിക്കുക വൺസ് ഇൻ ബ്ലൂ മൂണോ അല്ലെങ്കിൽ വൺസ് ഇൻ ഇയറോ അത് നമ്മൾ അങ്ങനെ ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫിന്റെ വൺസ് ഉള്ളൂ, രണ്ടാമത് നമുക്കില്ല. അപ്പൊ നമ്മളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളും കാണാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണണം. അതാണ് എന്റെ മൈൻഡ്. സാറ് പറയുന്ന ലേഡീസ് അവർ സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യുക, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, കഴിക്കുന്ന ഭക്ഷണം മിതമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ മുട്ട, വെള്ളം കഴിക്കുക. പല ആൾക്കാർക്കും സംശയങ്ങളുണ്ട്, പ്രോട്ടീൻ കഴിച്ച് അത് സ്റ്റെറോയിഡ് ആണ്. പക്ഷെ ഇതിപ്പോ ഒരു 10 മുട്ട കഴിക്കുന്നു, 1 കിലോ ചിക്കൻ കഴിക്കുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളുടെ കപ്പാസിറ്റി കൂടെ നോക്കണല്ലോ. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ 1 സ്പൂണ് കാലത്ത് കഴിക്കാം, 1 സ്പൂണ് വൈകിട്ട് കഴിക്കാം. സാറേ, ഓരോ കുട്ടികളുടെയും കരിയറിലെ അതില് പണം, മാർക്സ് അതല്ലാതെ എന്തായിരിക്കണം കരിയറിൽ, എന്തൊക്കെയായിരിക്കണം അവര് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പണം അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിസിപ്ലിൻ തന്നെ വേണം. കാരണം അതാണെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകും. അത് ഇന്നത്തെ ഷെഡ്യൂൾ എന്താണ്, നാളത്തെ ഷെഡ്യൂൾ എന്താണ്, അങ്ങനെ ഒരാഴ്ചയിലെ ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കും. ടൈം ടേബിൾ. അപ്പൊ അത് ആ ടൈം ടേബിളിൽ കൂടെ നമ്മൾ ഇത്ര സമയത്തിന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ടൈമിന് ആ സമയത്തിന് പോകണം. അത് കഴിഞ്ഞപ്പോൾ സ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കോളേജ് പഠിക്കൊണ്ട് റെസ്റ്റ് കൊടുക്കാനും പറ്റും. അപ്പൊ അത് നമ്മൾ കോളേജിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ അവരുടെ ബ്രേക്ക് ടൈം ഉണ്ട്. ആ ബ്രേക്ക് ടൈം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിൽ ക്ലാസ് കഴിഞ്ഞു വന്നു, വീട്ടിൽ വന്നു, പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക. അതുപോലെ തന്നെ ഈവനിങ്ങിൽ വർക്കൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ വന്നു, നല്ല ഭക്ഷണം, വീട്ടുകാരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതുണ്ടായി. ഒരു ബാലൻസ് ഉണ്ടാക്കി കൊണ്ടുപോകണം നമുക്ക് എവിടെ ഉണ്ട്. അപ്പൊ പിന്നെ പാരന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മള് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു പോയി എവിടെയാ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പല കുട്ടികളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം നമ്മൾ പാരന്റ്സിനെ നമ്മൾ കൊണ്ടുവരണം എന്ന രീതിയിലാവും. മുന്നേ കുറെ സമയത്ത് പേരൻസ് കളിക്കാൻ പോയിട്ട് പഠിക്കുന്നത്. ഇപ്പൊ കുറെ പേരൻസ് കളിക്കുന്ന അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യശേഷി, കായികശേഷി, ഫിറ്റ്നസ് ഇല്ല. അത് കൂടാതെ എനിക്ക് തോന്നുന്നത് ഈ ഒത്തിരി അഡിക്ഷൻസിലേക്ക് പോകുന്നത് ഈ അഡിക്ഷന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. ഇവനാണെങ്കിലും ഇവളായാലും കുറെ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഇപ്പൊ നമ്മള് പറയും കുട്ടി ബോർഡിങ്ങിലാണ്. ആ ബോർഡിങ്ങിൽ ഒരാളോ 2 ആളോ കൂടെ ഉണ്ടായാൽ മതി. ഇപ്പൊ എല്ലാവരും എന്താ പറയാ, നമ്മള് എക്സ്പെരിമെന്റും അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും,
ഞാനത് ചെയ്യാൻ പറ്റും എനിക്ക്. ആ. അപ്പൊ ഒരാൾ പറയും അഡ്വഞ്ചർ എന്നൊക്കെ പറയും നമ്മള്. അപ്പൊ അതേപോലെ നമുക്ക് എല്ലാവരും വലിച്ചു നോക്കുന്നുണ്ട്, കുടിച്ചു നോക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കിയാലെന്താ? ശരി ശരി. ഒരു പിയർ പ്രഷർ അല്ലെ കൂട്ടുകാരുടെ അപ്പൊ അങ്ങനെയാണ് കുറെ കുട്ടികള് ഈ രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ ഫിറ്റ്നസിലേക്കും ബോഡി ബിൽഡിംഗിലേക്കും ഒക്കെ തിരിയുന്ന ആൾക്കാർക്ക് ഇത് തന്നെയാണ് ലഹരി. ഇത് തന്നെ ലഹരിയായിട്ട് വരും. Awesome, sir. അതെന്താണെന്നുണ്ടെങ്കിൽ ഈ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോ നമ്മൾ ടയർഡാണ്. Yes, sir. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങും. മനസ്സിലായ മറ്റത് അതല്ല, ഇതൊന്നുമില്ല, നമുക്ക് ഉറക്കം വരുന്നില്ല. Yes, sir. നമ്മുടെ ബോഡി ടയർഡല്ല. പക്ഷെ എന്നിരുന്ന ബോഡിയിൽ നമ്മൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ ബോഡി ടയർഡാണ്. അല്ല നമ്മൾ കുറെ നേരം പഠിച്ചു, അല്ല കുറെ നേരം ഇരുന്ന് നടന്നു ഓടി കളിച്ചു വരുമ്പോഴാണ് നമ്മൾ ടയർഡാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് കുളിച്ചു, പഠിക്കാണ്ട് വരും നോക്കി, നാളത്തെ ഇതുകളൊക്കെ നോക്കി, അത് കഴിഞ്ഞ് നോക്കി എന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. അങ്ങനെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ടൈം കൂടുതലാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പന്മാരും അമ്മമാരും അവരെ ഫിറ്റ്നസിലേക്ക് നയിക്കണം അല്ലെ? ഒരു ബാലൻസ് വേണം. ഒരു ബാലൻസ് വേണം. പിന്നെ അവർക്ക് ഏതാണോ താല്പര്യം, ഓടാനാണോ താല്പര്യം, ഓടിക്കുക, നടക്കാനാണ് നടത്ത്, അത്ലറ്റ് ആണ്, എന്താണെങ്കിൽ അത് ഏതിലെങ്കിലും ഒന്ന് കൊണ്ടുനടക്കണം. പക്ഷെ എല്ലാത്തിലും കൊണ്ട് ഇൻവോൾവ് ആക്കരുത്. ഏതെങ്കിലും ഒന്ന് ഒരു ഇവന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനും പറ്റും, ആ ലെവലിലേക്ക് എത്താനും പറ്റും. സാറിന്റെ ഈ ജീവിതം ആസ് എ ബോഡി ബിൽഡർ ആൻഡ് അഡ്മിൻ ഇൻടു നേവി ആൻഡ് ദെൻ ഇൻടു അഡ്മിൻ സ്പോർട്സ് അഡ്മിനിലേക്ക് വന്നു. സോ അതിലേക്ക് സാറ് പഠിച്ച ഏറ്റവും വലിയ ട്രൂത്ത് എന്താണ്? സാറ് കണ്ടുപിടിച്ച ഏറ്റവും വലിയ ട്രൂത്ത്? ഞാൻ എയർഫോഴ്സിലായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിനാണ്. ഈവൻ നേരത്തെ പറഞ്ഞ ടൈം ടു ടൈം, കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്ത് ഉറക്കുക, കൃത്യസമയത്ത് വർക്കൗട്ട് പോവുക, കൃത്യസമയത്ത് റെസ്റ്റ്. ഇതല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെയാണ് കണ്ടിന്യൂ ചെയ്തു പോണേ. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കണ്ട ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അഡ്മിഷനിൽ കാണുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഒരാളെയും കുട്ടികൾ വില വെക്കുന്നില്ല. മനസ്സിലായോ? എനിക്ക് എന്റെ കാര്യം, ഞാനാണ് വലുത്. നമ്മൾ ഓരോ കുട്ടികളൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുമാകുന്നു, നമുക്ക് തോന്നും ഇത് എന്ത് ഇവരൊക്കെ എന്തെങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണേ. നമ്മൾ ഇതിനെക്കാട്ടിലും എത്രയോ ഉയരത്തിലാണ്. അറിയത്തില്ല, ഒരു ജില്ലാ ചാമ്പ്യൻഷിപ്പിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിനൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വേറൊരു ലോകത്തോട്. അപ്പൊ പറയും അവരൊക്കെ ന്യൂജൻ. ഞാൻ മനസ്സിലാക്കിയ സത്യം ഇതിപ്പോ വന്നത് നമ്മളുടെ കൊറോണയിലാണ് ഈ ഒരു തിരിവുണ്ടായത്. അപ്പോ ഈ മൊബൈലിൽ കൂടെ നല്ലത് കുറെ പഠിച്ചു, കുറെ മോശവും പഠിച്ചു. ഇതിൽ കൂടെയാണ് ഈ നമ്മളുടെ ഈ കുട്ടികളൊക്കെ മാറി തിരിഞ്ഞു കളിച്ചത്. പക്ഷെ അത് തിരിച്ചു വരാമല്ലോ. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സാറിനെ പോലത്തെ ആൾക്കാർക്ക് ഇവരെ ഇതിലോട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് അവരുടെ അച്ഛനമാരും നമ്മളിപ്പോ പേരൻസ് എന്നൊക്കെ പറയില്ലേ, പേരൻസ് അതുപോലെ തന്നെ ഇവര് ആരുടെ കൂടെയാണോ പ്രാക്ടീസ് ചെയ്യണേ അല്ലെങ്കിൽ ഏത് ജിമ്മിലാണോ വർക്കൗട്ട് ചെയ്യണത്, അപ്പൊ ആ ജിമ്മിന്റെ കോച്ച് അല്ലെങ്കിൽ ആ ജിമ്മിന്റെ ആരാണോ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ആരാണോ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള്, അവരാണ് ഇവരെ നയിക്കുന്നത്. അവര് പറയുന്നതാണ് ഇവർ ചെയ്യണത്. സോ സാറ് പറയുന്നത് ഇവരുടെ ഇൻസ്ട്രക്ടേഴ്സ് അവരുമായിട്ട് ഒരു നല്ല റാപ്പോ വേണം. ഇൻസ്ട്രക്ടേഴ്സ് ഇറ്റ്സെൽഫ് ഷുഡ് ബി സോ ഗുഡ് ദാറ്റ് ഇവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്.